ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലൻറ്റ് അക്കാഡമിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതായത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ചുവടെ തന്നിരിക്കുന്നവയിൽ ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്ന കൽക്കരി ഏത്? കൽക്കരിയുമായി ബന്ധപ്പെട്ടാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. PSCയുടെ ഒരു ഇഷ്ട ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ചുവടെ തന്നിരിക്കുന്നവയിൽ ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ആന്ത്രസൈറ്റ് ആണോ, ലിഗ്നൈറ്റ് ആണോ, പീറ്റ് ആണോ, ബിറ്റുമിനസ് കോൾ ആണോ? ഏതാണ്? മനസ്സിലേക്ക് ആൻസർ വന്നു. ഏതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ലിഗ്നൈറ്റ് ആണ്. ഏതാണ്? ലിഗ്നൈറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ബ്രൗൺ കോൾ ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ബ്രൗൺ കോൾ ഏതാണ് എന്ന് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ലിഗ്നൈറ്റ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ അത്രയും പറഞ്ഞ സ്ഥിതിക്ക് 2-3 കാര്യങ്ങളിലൂടെ പറഞ്ഞുതരാം. ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ ആന്ത്രസൈറ്റ് ആണ്. ഏതാണ്? ആന്ത്രസൈറ്റ് ആണ്. ആന്ത്രസൈറ്റിനെയാണ് നമ്മൾ ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ കൽക്കരിയെ തന്നെ നമ്മൾ 4ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കൽക്കരിയെ അതിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ കണ്ടന്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? 4ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതായത് എത്രത്തോളം കാർബൺ ആ കൽക്കരിയിലുണ്ടോ അത്രത്തോളം അതിന് ഗുണനിലവാരമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിലെ ഗുണനിലവാരമുള്ള കൽക്കരി എന്ന് പറയുന്നത് നമ്മുടെ ആന്ത്രസൈറ്റ് ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാർബൺ കണ്ടന്റ് ഉള്ള കൽക്കരി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്ത്രസൈറ്റ് ആണ്. ഏറ്റവും കൂടുതൽ കാർബൺ കണ്ടന്റ് ഉള്ളത് ആന്ത്രസൈറ്റിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും ഗുണനിലവാരമുള്ള ഇതാണ് കൽക്കരി എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? ആന്ത്രസൈറ്റ് ആണ്. കൂടാതെയാണ് നമ്മൾ ഹാർഡ് കോൾ എന്നറിയപ്പെടുന്ന ആരെയാണ്? ഈ പറയുന്ന ആന്ത്രസൈറ്റിനെയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ഏറ്റവും കടുപ്പമുള്ള കൽക്കരി എന്നൊക്കെ ചോദിച്ചാലും ആന്ത്രസൈറ്റ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ നമ്മൾ ചോദിക്കുന്നതാണ് ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ബ്രൗൺ കോൾ അതാണ് നമ്മുടെ ലിഗ്നൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ സോഫ്റ്റ് കോൾ എന്നറിയപ്പെടുന്ന ആളാണ് സോഫ്റ്റ് കോൾ എന്ന് നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ബിറ്റുമിനസ് കോളിനെയാണ് സോഫ്റ്റ് കോൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ഓരോന്നിലെയും നമ്മുടെ കാർബണിൻ്റെ എന്താണ് സാന്നിധ്യം, പെർസെൻറ്റേജ് വ്യത്യാസമാണ്. അതനുസരിച്ചാണ് 4 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഈ 4 വെച്ചിട്ടും കാർബണിൻ്റെ അളവ് ഏറ്റവും കുറവെന്ന് പറയുന്നത് പീറ്റിലാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ആന്ത്രസൈറ്റിലാണ്. ഏറ്റവും കുറവ് കാണപ്പെടുന്നത് ഏതിലാണ്? പീറ്റാണ്. അതായത് നമ്മുടെ സസ്യ അവശിഷ്ടങ്ങൾ കാർബണൈസേഷൻ വിധേയമായിട്ട്, അതായത് വർഷങ്ങളോളം, അതായത് കോടിക്കണക്കിന് വർഷങ്ങളോളം എന്ത് ചെയ്യുന്നു? ഭൂമിക്കടിയിൽ കിടന്നിട്ടാണ് കൽക്കരിയായിട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കാർബണൈസേഷൻ എന്ന് പറയുന്നത്. കൽക്കരി ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? കാർബണൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കാർബണൈസേഷൻ്റെ ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ കാണപ്പെടുന്നതാണ് പീറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പീറ്റ് ബോഗ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. ഇത് പൊതുവേ നമ്മൾ നോക്കുന്ന സമയത്ത് അതിലെ കാർബണിൻ്റെ അളവ് എന്തായിരിക്കും? കുറവായിരിക്കും എന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് സാധാരണ ഈ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഹാർഡ് കോൾ എന്ന് പറയുന്ന ആന്ത്രസൈറ്റ് ആണ്. ബ്രൗൺ കോൾ എന്ന് പറയുന്നത് ലിഗ്നൈറ്റ് ആണ്. സോഫ്റ്റ് കോൾ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ബിറ്റുമിനസ് കോളാണ് എന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമ്മൾ ചോദിക്കുന്നത് എന്താണ്? പെട്രോൾ കത്തുമ്പോൾ പുറത്ത് വിടുന്ന വാതകം ഏത്? എന്താണ്? പെട്രോൾ കത്തുമ്പോൾ പുറത്ത് വിടുന്ന വാതകം ഏത്? ഓപ്ഷൻസ് ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, മീഥൈൻ ഉണ്ട്, അമോണിയ ഉണ്ട്, സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഇതിൽ ഏതായിരിക്കും ഇടയിൽ നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഏതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. നമുക്ക് നിസ്സംശയം പറയാം അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്നല്ലേ. എന്തുകൊണ്ടാണ് നമ്മളത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ന് പറയുന്നത്? നിങ്ങൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പെട്രോൾ എന്ന് പറയുന്നത് നമ്മൾ പെട്രോളിയത്തിൽ നിന്നാണ് നമുക്ക് പെട്രോള്, ഡീസൽ, മണ്ണെണ്ണ, അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ്, ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഈ പെട്രോളിയം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫോസിൽ ഇന്ധനമാണ്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്താണ്? കാർബൺ ഹൈഡ്രജൻ കോമ്പിനേഷനാണ് ഫോസിൽ ഇന്ധനങ്ങളിൽ മെയിനായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഒരു ഹൈഡ്രോ കാർബൺ കത്തുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ഹൈഡ്രജനും കാർബണും ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരു ഹൈഡ്രോ കാർബൺ കത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ കാർബൺ കണ്ടന്റ് എന്തായാലും ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ കാർബൺ കത്തുകയാണെങ്കിൽ അവിടെ പ്രോബബ്ലി ഉണ്ടാകാൻ സാധ്യതയുള്ള വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലേ. അവിടെ ഉണ്ടാകുന്നത് ആര് തന്നെയായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് നമുക്ക് എഴുതാൻ പറ്റും. ഏതാണ്? പെട്രോൾ കത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന വാതകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഒരു പോയിന്റ് കൂടെ പറഞ്ഞുതരാം. പെട്രോള് ഭാഗികമായിട്ടുള്ള ജ്വലനത്തിന്
കൂളിനാണ് വിധേയമാകുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വാതകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, പകരം കാർബൺ മോണോക്സൈഡ് ആണ്. അതായത് പൂർണ്ണ ജ്വലനമുണ്ട്, അതായത് കംപ്ലീറ്റ് കമ്പഷൻ ഉണ്ട്, ഭാഗിക ജ്വലനമുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് കമ്പഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഓക്സിജൻ ഉണ്ട്, ഈ പറയുന്ന ഇന്ധനത്തിന് നല്ല രീതിയിൽ കത്തുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇത് കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് കമ്പഷനാണ് അല്ലെങ്കിൽ പൂർണ്ണ ജ്വലനമാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് സംഭവിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും ഉണ്ടാവുന്നത്. പക്ഷേ ഇൻകംപ്ലീറ്റ് കമ്പഷൻ അല്ലെങ്കിൽ പാർഷ്യൽ കമ്പഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഭാഗിക ജ്വലനമൊക്കെയാണ് സംഭവിക്കുന്നതെങ്കിൽ, അപൂർണമായിട്ടുള്ള ജ്വലനം സംഭവിക്കുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന് പകരം അവിടെ ഉണ്ടാകുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. ഇറ്റ് ഈസ് ടോക്സിക് അല്ലെങ്കിൽ പോയിസണസ് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ് ഇതെന്ന് പറയുന്നത്, കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുക? ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക. ഓക്കെ അല്ലേടാ? ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടാൻ കറൻസി നോട്ടുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്, ശ്രദ്ധിക്കുക. നമ്മൾ പലപ്പോഴായിട്ട് ഈ പറയുന്ന കൈക്കൂലി വാങ്ങുന്ന ആൾക്കാരെ നമ്മുടെ ഇൻകം ടാക്സിൽ ഓഫീസേഴ്സ് വന്നിട്ട് പിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഈ പറയുന്ന രീതിയിൽ ഒരുപാട് ന്യൂസസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ റെയ്ഡും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ നിന്ന് കറൻസി വാങ്ങുന്നു, കറൻസി വാങ്ങിയതിന് ശേഷം അവരുടെ അടുത്തൊരു സൊല്യൂഷനിലേക്ക് മുക്കാനായിട്ട് പറയും. അപ്പോൾ അങ്ങനെ സൊല്യൂഷനിലേക്ക് മുക്കുന്ന സമയത്തേക്ക് അവരുടെ കൈ പിങ്ക് ആയിട്ട് കാണുന്നുണ്ടാവും അല്ലേ? നിങ്ങൾ പല ന്യൂസസിലും കാര്യങ്ങളിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചെങ്കിൽ, വിജിലൻസ് ഒക്കെ വന്നിട്ട് റെയ്ഡ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രോസസ്സ് കാണും. അതായത് നമ്മൾ ഓൾറെഡി വിജിലൻസിനെ ഈ പറയുന്ന കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വിജിലൻസുകാർ അവർ തരുന്ന നോട്ടായിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ ആ നോട്ട്സിൽ അവർ ഈ പറയുന്ന ഫിനോഫ്തലീൻ എന്ത് ചെയ്തിരിക്കും? നമ്മുടെ ആൻസർ ഫിനോഫ്തലീൻ ആണ്. ഫിനോഫ്തലീൻ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് കൊണ്ടുവന്ന് പുള്ളിക്കാരന് കൊടുക്കുന്നു, അയാൾ സന്തോഷത്തോടെ വാങ്ങുന്നു. ഉടനടി നമ്മുടെ വിജിലൻസ് എത്തുന്നു, ഇയാളെ പിടികൂടുന്നു. ഇതാണ് നടക്കുന്ന ഒരു സംഭവം. അപ്പോൾ എങ്ങനെയാണ് ഈ പിങ്ക് കളർ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിനോഫ്തലീൻ ചേർക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പിങ്ക് കളർ വരുന്നത് എന്ന് മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ ഫിനോഫ്തലീൻ ചേർക്കുന്ന സമയത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇയാളിത് വാങ്ങി എന്നുള്ളത് നമുക്ക് തെളിവോടുകൂടെ പിടിക്കാൻ പറ്റും. അതായത് ഇയാളുടെ കയ്യിലേക്ക് അത് വാങ്ങുമ്പോൾ തന്നെ ഇയാളുടെ കൈകളിൽ അതിൻ്റെ ഒരു ഇത് വരെയല്ലേ, അപ്പോൾ കൈ മുക്കുന്ന സമയത്തേക്ക് എന്ത് ചെയ്യും? പിങ്ക് കളർ വരും. അപ്പോൾ അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ പിടികൂടാനായിട്ട് കറൻസി നോട്ടുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഇതെന്ന് പറയുന്ന ഫിനോഫ്തലീൻ എന്ന് പറയുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്ന മറ്റ് ഓപ്ഷൻസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതെല്ലാം ഈ പറയുന്ന ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അതായത് ഒരു വസ്തു ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് ഒരുപാട് മെത്തേഡ്സിലൂടെ തിരിച്ചറിയാൻ പറ്റും. ഇപ്പം ലിറ്റ്മസ് പേപ്പേഴ്സ് യൂസ് ചെയ്യാം, ഹിബിസ്കസ് പേപ്പർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കാം. അതിലൊന്നാണ് മീഥൈൽ ഓറഞ്ച്, ഫിനോഫ്തലീൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവയെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ പറയുന്ന രീതിയിൽ ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ആസിഡ് ആണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയുന്നതിന് ഫിനോഫ്തലീൻ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ലെവൽ ആപ്ലിക്കേഷനാണ് ഇവിടെ നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെന്തായാലും എന്ത് ചെയ്യുക? ഒന്ന് നോക്കി വയ്ക്കുക. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ജിപ്സം എന്ന് പറയുന്നതിൻ്റെ രാസനാമം എന്താണ്? ജിപ്സം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മുടെ എക്സാമിന് നമുക്ക് രാസസൂത്രങ്ങൾ ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട്? ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ജിപ്സം എന്ന് പറയുന്നത്. പലരെയും കൺഫ്യൂസിങ് ആക്കുന്നതാണ് അല്ലേ? അപ്പോൾ ഇതിൽ നമുക്കറിയാം കാൽഷ്യത്തിൻ്റെ ആണ് ജിപ്സം എന്ന് നമുക്കറിയാം. അതായത് ഓപ്ഷൻ സിയും അല്ല ഡിയും അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. നമുക്കതിൽ സംശയം വരുന്നത് എ ആണോ ബി ആണോ എന്നുള്ളതാണ് ഒരു സംശയം. എയും ബിയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങളൊന്ന് നോക്കിക്കേ. CaSO4 2H2O, CaSO4 1/2H2O. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് ആ ജലത്തിൻ്റെ കണികകളിൽ വരുന്ന ഒരു വ്യത്യാസം മാത്രമേ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ? കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പം ജിപ്സം എന്ന് പറയുന്നതിൻ്റെ രാസനാമം എന്താണ്? ജിപ്സം എന്ന് പറയുന്നതിൻ്റെ രാസനാമം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർമ്മിച്ച് വെച്ചോ, മാറിപ്പോകരുത്. കാൽഷ്യം സൾഫേറ്റ് തന്നെയാണ്. അതിൽ 2H2 എന്ന് കൂടെ വരണം. ഏതാണ്? 2H2 എന്ന് കൂടെ വരുമ്പോൾ മാത്രമാണ് അത് ജിപ്സം ആകുന്നത്. അപ്പം ജിപ്സം സാധാരണയായിട്ട് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ജിപ്സം നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് സിമെൻറ്റ് നിർമ്മാണ പ്രക്രിയയിലാണ് കേട്ടോ. സിമെൻറ്റ് നിർമ്മാണ പ്രക്രിയയിൽ അതിൻ്റെ സെറ്റിംഗ് സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിലേക്ക് ആഡ് ഓൺ ചെയ്യുന്ന ഒരു രാസവസ്തുവാണ് ഇതെന്ന് പറയുന്നത്, ജിപ്സം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ സിമെൻറ്റ് നമ്മളിപ്പം കൺസ്ട്രക്ഷനും കാര്യങ്ങൾക്കൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ സിമെൻറ്റ് കുഴച്ചതിന് ശേഷം വാട്ടറുമായിട്ട് മിക്സ് ആയതിന് ശേഷം അത് പെട്ടെന്ന് കട്ട പിടിച്ച് പോയാലോ
പോയാലോ, പെട്ടെന്ന് അത് സെറ്റായി പോയാലോ നമുക്ക് ഈ പറയുന്ന രീതിയിൽ കൺസ്ട്രക്ഷനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് അറിയാം, അതായത് കുറച്ച് സമയമെങ്കിലും ഇത് കട്ട പിടിക്കാതെ നിൽക്കണം അല്ലേ. പെട്ടെന്ന് കട്ടയെ പിടിച്ച് പോവുകയാണെങ്കിൽ നമ്മുടെ ഈ ഫെവിക്വിക്ക് ആ ഒരു പശ പോലെയൊക്കെ നമ്മൾ ഒഴിച്ച ഉടനെ അതങ്ങ് ഒട്ടിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിങ്ങനെ സെറ്റായി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ കൺസ്ട്രക്ഷൻ പർപ്പസസിനൊന്നും ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. കുറച്ച് സമയത്തേക്കെങ്കിലും എന്ത് ചെയ്യണം, ഇത് ഒരു ഫോമിൽ തന്നെ നിൽക്കണം. നിങ്ങൾക്കറിയാം, സിമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ്ലി മിക്സ് ചെയ്തുകൊണ്ടിരിക്കും. ഒരിടത്ത് അങ്ങനെ സ്റ്റക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് സെറ്റായി പോകും. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് വീണ്ടും മിക്സ് ചെയ്താണ് നമ്മൾ സാധാരണ വീടോ ബിൽഡിങ്സോ ഈ പാലങ്ങളോ ഒക്കെ നിർമ്മിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന സെറ്റിംഗ് സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ ജിപ്സം എന്ന് പറയുന്ന രാസവസ്തു എന്ത് ചെയ്യുന്നത്, ചേർത്ത് കൊടുക്കുന്നത് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ അതിൻ്റെ രാസസമവാക്യം എന്ന് പറയുന്നത് CaSO4 ആണ്. 2 വാട്ടർ മോളിക്യൂൾ അവിടെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, മിസ്സേ അങ്ങനെയാണെങ്കിൽ CaSO4 half H2O എന്തിന് വരുന്നതാണ്, half H2O ഏതിൻ്റെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക, അത് പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെയാണ്. ഏതാണ്? പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അപ്പോൾ ഇത് രണ്ടും എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ രാസനാമവും ചോദിച്ചിട്ടുണ്ട്, ജിപ്സത്തിൻ്റെ രാസസൂത്രവും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും പഠിച്ചിട്ട് പോവുക. അപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ CaSO4 half H2O എന്ന് എഴുതിയാൽ മതി. അതായത് ലിറ്ററലി പറയുകയാണെങ്കിൽ നമ്മുടെ ഈ കാൽഷ്യം സൾഫേറ്റ് ഉണ്ടല്ലോ, അതിനെ ചൂടാക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ പറയുന്ന രീതിയിൽ എന്ത് കിട്ടുന്നത്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് കിട്ടുന്നത്. നമ്മൾ CaSO4 2H2O നമ്മൾ ചൂടാക്കാം. അങ്ങനെ ചൂടാക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു വെളുത്ത പൊടിയുണ്ട്. ആ വെളുത്ത പൊടിയാണ് ഇതെന്ന് പറയുന്നത്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നമ്മൾ ബാൻഡേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കൈയും കാലൊക്കെ ഒടിഞ്ഞ് കിടക്കുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം കൂടെ ചുറ്റിക്കെട്ടി തന്നതിന് ശേഷം ഒരു വൈറ്റ് കളർ സംഭവം വെച്ചിട്ട് ഇങ്ങനെ മേസ്തിരിമാർ കുഴച്ചടിക്കും പോലെ നമ്മുടെ കാലിലും കയ്യിലും ഒക്കെ തേച്ച് തരത്തില്ലേടാ, അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്, സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. അതുപോലെ തന്നെ നല്ല വെളുത്ത പ്രതിമകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പോൾ ഈ പ്രതിമകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണയായിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിക്കാറുണ്ട് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ രണ്ടിൻ്റെയും കെമിക്കൽ ഇക്വേഷൻ മാറിപ്പോകരുത്. CaSO4 2H2O എന്ന് പറയുന്നത് ജിപ്സത്തിൻ്റെയും CaSO4 half H2O എന്ന് പറയുന്നത് ഏതിൻ്റെയാണ്, പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെയും ആണ് എന്ന് മാറിപ്പോകരുത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. ആസ്പിരിനിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? വണ്ടർ ഡ്രഗ് എന്നൊക്കെ അറിയപ്പെടുന്ന, അല്ലേ, അത്ഭുത ഔഷധം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സംഭവമാണ് ആസ്പിരിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആസ്പിരിനിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓപ്ഷൻസ് നോക്കിക്കേ, എന്നിട്ട് ഏതായിരിക്കാം നമ്മുടെ ആൻസറായിട്ട് വരാൻ സാധ്യതയുള്ളത് ഒന്ന് നോക്കിക്കേടാ. ഏതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണ്, അസറ്റൈൽ സാലിസിലിക് ആസിഡ് ആണ്. ഏതാണ്? അസറ്റൈൽ സാലിസിലിക് ആസിഡ് ആണ് ആസ്പിരിനിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള ആസിഡ് തന്നെയാണ്. ഇതിൽ അസറ്റിക് ആസിഡ് നിങ്ങൾക്ക് അറിയാം, നമ്മുടെ വിനാഗിരിയിലുള്ള ആസിഡാണ്. ഇനി ഏറ്റവും പഴക്കമുള്ള ആസിഡാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആസ്പിരിൻ എന്ന് പറയുന്ന ഡ്രഗിൽ, മെഡിസിനിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് എന്ന് ചോദിച്ചെങ്കിൽ അസറ്റൈൽ സാലിസിലിക് ആസിഡ് ആണ് എന്ന് ഓർമ്മിച്ച് വയ്ക്കുക. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയായിട്ടുള്ള സമ്പർക്ക പ്രക്രിയ ആവിഷ്കരിച്ച വ്യക്തി ആരാ? അപ്പം നമുക്കിതിൽ നിന്ന് 2 ആൻസർ കിട്ടുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്, സമ്പർക്ക പ്രക്രിയ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, കോൺടാക്റ്റ് പ്രോസസ്സ് എന്ന് പറയും. എന്ത് പറയും? കോൺടാക്റ്റ് പ്രോസസ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയ എന്ത് പേരിൽ അറിയപ്പെടുന്നു? കോൺടാക്റ്റ് പ്രോസസ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഈ കോൺടാക്റ്റ് പ്രോസസ്സ് ആവിഷ്കരിച്ചത് അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ച വ്യക്തി ആര് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അധികം കേട്ടിട്ടില്ല, വന്നു കഴിഞ്ഞാൽ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കേ, ആരാണ് ഈ സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയായിട്ടുള്ള കോൺടാക്റ്റ് പ്രോസസ്സ് കണ്ടുപിടിച്ചത്? ഓപ്ഷൻ എ പെരിഗ്രീൻ ഫിലിപ്സ് ആണ്. ആരാണ്? ഓപ്ഷൻ എ പെരിഗ്രീൻ ഫിലിപ്സ് ആണ് എന്തെന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്കൊന്ന് നോക്കിയാലോ. ഇങ്ങനെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കോണ്ടാക്റ്റ് പ്രോസസ്സിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ V2O5, അതായത് വനൈഡിയം പെൻറ്റോക്സൈഡ് ആണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം അഥവാ കാറ്റലിസ്റ്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? V2O5 ആണ്, അതായത് വനൈഡിയം പെൻറ്റോക്സൈഡ് ആണ്. ഇനി ഈ സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയ ആയിട്ടുള്ള കോണ്ടാക്റ്റ് പ്രോസസ്സ്
സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയായിട്ടുള്ള കോൺടാക്റ്റ് പ്രോസസ്സ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ എത്രയാണ്, ഏത് ടെമ്പറേച്ചറാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 400 ഡിഗ്രി സെൽഷ്യസ് ടു 450 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മൾ നോർമലി 450 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയും. ഇൻ ബിറ്റ്വീൻ ആണ് അതിൻ്റെ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി വയ്ക്കുക, 400 ടു 450 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. പ്രഷർ എന്ന് പറയുന്നത് 180 പ്രഷർ ഓർ മേ ബി 280 പ്രഷറിൽ നമ്മൾ ചെയ്യാറുണ്ട്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ 180 പ്രഷർ എന്ന് പഠിച്ചാൽ മതിയാകും. ഇനി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ജസ്റ്റ് കോൺടാക്ട് പ്രോസസ്സ് എന്താണ് എന്നുള്ള കാര്യം അതിൻ്റെ സ്റ്റേജസ് കൂടെ ഒന്ന് പറയാം. കാരണം അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്നത്? അതിനെ സിംപിളിയാണ് ഒരു 4 ഇക്വേഷൻ വെച്ച് നമുക്ക് സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയ പറയാനായിട്ട് സാധിക്കും. ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സൾഫറിലൂടെ സൾഫറിന് കത്തിക്കുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു എന്നല്ലേ. അപ്പോൾ സൾഫർ കത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? സൾഫറും ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്ത് അവിടെ ആരുണ്ടാകും? സൾഫർ ഡയോക്സൈഡ് ഉണ്ടാകും, SO2 ഉണ്ടാകും. ഏതുണ്ടാകും? സൾഫർ ഡയോക്സൈഡ് ഉണ്ടാകും. ഈ സൾഫർ ഡയോക്സൈഡ് എഗെയിൻ റിയാക്ട് വിത്ത് ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് അവിടെ എന്തുണ്ടാകും? സൾഫർ ട്രയോക്സൈഡ് ഉണ്ടാകും, SO3 ഉണ്ടാകും. അപ്പോൾ സൾഫർ ട്രയോക്സൈഡ് കിട്ടി. ഈ സൾഫർ ട്രയോക്സൈഡിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ പറയുന്ന നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് നിർമ്മിച്ചെടുക്കാൻ പോകുന്നത്. ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ ഈ SO3 അതായത് സൾഫർ ട്രയോക്സൈഡിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് നമുക്ക് സൾഫ്യൂരിക് ആസിഡ് എടുക്കാം. പക്ഷേ അവിടെ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സൾഫർ ഡയോക്സൈഡോ സൾഫർ ട്രയോക്സൈഡോ അല്ലെ, ഇവിടെ നമ്മൾ പറയുമ്പോൾ സൾഫർ ട്രയോക്സൈഡ് പെട്ടെന്നൊന്നും വാട്ടറിൽ സോളബിൾ ആകത്തില്ല, കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? സൾഫർ ട്രയോക്സൈഡിനെ സൾഫർ ട്രയോക്സൈഡിനെ H2SO4 ആയിട്ട് മിക്സ് ചെയ്യും. H2SO4 ആയിട്ട്, അതായത് ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടും. അതിനെയാണ് നമ്മൾ ഒലിയം എന്ന് പറയുന്നത്. അതായത് H2S2O7 എന്നുള്ളതാണ് അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ഈ കിട്ടുന്നതിൻ്റെ പേരെന്ന് പറയുന്നത് ഒലിയമാണ്. അപ്പോൾ ഇത് ചോദിക്കാറുണ്ട്. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ കോണ്ടാക്റ്റ് പ്രോസസ്സിൽ ഉണ്ടാകുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അത് ഒലിയമാണ്, ഒലിയം. ഇനി ഒലിയത്തിൻ്റെ എന്ത് ചോദിക്കാറുണ്ട്? തന്മാത്രാ സൂത്രവും ചോദിക്കാറുണ്ട്. H2S2O7 ആണ്. കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല. ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാം. ഹൈഡ്രജൻ H2SO4 പ്ലസ് സൾഫർ ട്രയോക്സൈഡ് ആണ്. ഇത് നോക്കിക്കേ, എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ. അത് അതുപോലെ എടുത്ത് എഴുതുക. ഇനി എത്ര സൾഫർ ഉണ്ട്? സൾഫ്യൂരിക് ആസിഡിൽ ഒരു സൾഫർ ഉണ്ട്, ഇവിടെ ഒന്നുണ്ട്, അത് രണ്ടും കൂടെ ചേർത്ത് 2, അപ്പോൾ S2. പിന്നെ എത്ര ഓക്സിജൻ ഉണ്ട്? ഇവിടെ 3 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 4 ഓക്സിജൻ ഉണ്ട്. 4 3 7 O7. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഒലിയമാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഉണ്ടായി വരുന്നത്. ഈ ഒലിയത്തിനെ H2S2O7 നമ്മൾ വാട്ടർ ചേർത്ത് ഡൈല്യൂട്ട് ചെയ്യും. അങ്ങനെ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് H2SO4, അതായത് നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോൺടാക്റ്റ് പ്രോസസ്സ് അഥവാ സമ്പർക്ക പ്രക്രിയ എന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നത്? ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 4 ഇക്വേഷൻസ് വെച്ചിട്ട് നമ്മൾ സമ്പർക്ക പ്രക്രിയ എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 4 5 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കുകയാണ്. ഒന്ന്, സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണം എന്തു പേരിൽ അറിയപ്പെടുന്നു? സമ്പർക്ക പ്രക്രിയ. സമ്പർക്ക പ്രക്രിയ കണ്ടുപിടിച്ച വ്യക്തി പെരിഗ്രീൻ ഫിലിപ്സ്. സമ്പർക്ക പ്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഉൾപ്രേരകം വനേഡിയം പെൻഡോക്സൈഡ്. അതിന് ആപ്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ 450 ഡിഗ്രി സെൽഷ്യസ്. ഇനി പ്രഷർ എന്ന് പറയുന്നത് 180 പ്രഷർ. ഇനി അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന, അതിൽ ഫോം ചെയ്ത് വരുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഒലിയത്തിൻ്റെ രാസസമവാക്യം H2S2O7. ഇനി ഈ H2S2O7 നമ്മൾ വാട്ടർ ചേർത്ത് ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോൺടാക്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. പഠിച്ചു വെക്കുക. 1 2 3 4 ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, ഒരു 5-6 ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. പെൻഡുലങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? എന്താണ്?
പെൻഡുലങ്ങളുടെ ശ്രദ്ധിക്കുക, പെൻഡുലങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം ചുവടെയും തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. PSCയുടെ ഇഷ്ട ചോദ്യങ്ങളിൽ ഒന്നാണ്. നിങ്ങൾ ഓൾറെഡി ഈ പറയുന്ന PSC എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇതിൻ്റെ ആൻസർ മനസ്സിലേക്ക് വന്നതാണ്. ഓപ്ഷൻ എ ആണ്, ഇൻവാർ ആണ്. അതായത് നമ്മുടെ അയണും നിക്കലും ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഇതെന്ന് പറയുന്നത്, ഇൻവാർ എന്ന് പറയുന്നത്. അപ്പോൾ അയണും നിക്കലും ചേർന്നിട്ടുള്ള കോമ്പിനേഷനാണ് ഇൻവാർ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ എക്സാമിന് ചോദിക്കുന്നതാണ് അൽനിക്കോ എന്ന് പറയുന്നത്. അലുമിനിയം, നിക്കൽ, കൊബാൾട്ട് ഒക്കെ ചേർന്ന് വരുന്നതാണ് അൽനിക്കോ എന്ന് പറയുന്നത്. സ്ഥിരകാന്തമാണ്, പെർമനൻറ്റ് മാഗ്നറ്റുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നോക്കി വെച്ചിരിക്കാം. ഇനി നമ്മൾ അടുത്തതിലേക്ക് വരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംയുക്തങ്ങളിൽ ഒരു ഓക്സിഡേഷൻ നമ്പർ മാത്രം കാണിക്കുന്ന ഹാലോജൻ. അപ്പോൾ ഹാലോജൻ എന്ന് പറഞ്ഞാൽ ആരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഹാലോജൻ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങുകയാണ്. ഹാലോജൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? 17ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾ. ആരാണ്? 17ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹാലോജനുകൾ എന്ന് പറയുന്നു. എന്ത് പറയുന്നു? ഹാലോജനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ 17ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരുടെ ഓക്സിഡേഷൻ നമ്പർ സാധാരണഗതിയിൽ എത്ര വരണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഏതാ വരേണ്ടത്? അതായത് 17ാമത്തെ ഗ്രൂപ്പിൽ വരുന്നതാണ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ എന്നിവയെന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതി നോക്കുമ്പോൾ ഇങ്ങനെ വരും: 2, 7, 2, 8, 7, 2, 8, 8, 7 ഈ രീതിയിലായിരിക്കും വരുന്നത്. അതായത് അവസാനത്തെ അവസാനത്തെ ഷെല്ല് നോക്കുകയാണെങ്കിൽ 7 ഇലക്ട്രോണുകളായിരിക്കും കാണുന്നത്. അപ്പോൾ അഷ്ടകം പൂർത്തിയാക്കണമെങ്കിൽ എന്ത് വേണം? 1 ഇലക്ട്രോണുകൾ കൂടെ വേണ്ടി വരും. അതായത് പൊതുവെ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും അവർ കാണിക്കുന്നത്. കാരണം 1 ഇലക്ട്രോണിനെ വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1 ഇലക്ട്രോൺ വാങ്ങുമ്പോൾ അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും? -1 ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം. അപ്പോൾ ഗ്രൂപ്പ് 17 ആണ് ഹാലോജൻ എന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഗ്രൂപ്പ് 17ൽ വരുന്ന മൂലകങ്ങൾ സാധാരണ രീതിയിൽ എക്സിബിറ്റ് ചെയ്യേണ്ട ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -1 ആണ് എന്ന് നമുക്കറിയാം. നമ്മുടെ ക്വസ്റ്റ്യൻ അതായിരുന്നു? ഇല്ല. സംയുക്തങ്ങളിൽ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രം കാണിക്കുന്ന ഹാലോജൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 17ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യസ്തമായിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. അതിലേതോ ഒരു മൂലകം മാത്രം എന്ത് ചെയ്യുന്നുണ്ട്? ഒരേ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുള്ളൂ. അത് ഏതാണടേ? അത് നമ്മുടെ ഏതാണ്? ഫ്ലൂറിൻ ആണ്. ഏതാണ്? ഫ്ലൂറിൻ ആണ്. അപ്പോൾ ഫ്ലൂറിൻ -1 എന്ന് പറയുന്ന ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? കാണിക്കുന്നുള്ളൂ. മറ്റ് മൂലകങ്ങളെ നമ്മൾ ഗ്രൂപ്പ് വൈസ് നോക്കുന്ന സമയത്ത് -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നെയാണ് അവർ കാണിക്കേണ്ടത്. അപ്പോൾ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റിന് പുറമെ ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ബാക്കിയുള്ള ഹാലോജൻസ് +1, +3, +5, +7 എന്നീ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ എന്ത് ചെയ്യാറുണ്ട്? കാണിക്കാറുണ്ട്. അതായത് -1 ആണ് ഇവർ കോമൺലി കാണിക്കേണ്ട ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ കൂടാതെ +1, +3, +5, +7 എന്നീ ഓക്സിഡേഷൻ സ്റ്റേറ്റും എന്ത് ചെയ്യാറുണ്ട്? ഇതിൽ കാണപ്പെടുന്ന മറ്റ് ഹാലോജനുകൾ കാണിക്കാറുണ്ട്. പക്ഷേ ഫ്ലൂറിൻ ആളൊരു ഡീസൻറ്റ് മാനാണ്. പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരേ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുള്ളൂ. അത് ഏതാണ്? -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ക്ലിയർ ആണോടെ? ഓക്കെ അല്ലേ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റ് അല്ലേടാ? ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് പെൻറ്റാക്ലോറൈഡ് ഫോം ചെയ്യാത്തത്, അല്ലെങ്കിൽ പെൻറ്റാക്ലോറൈഡ് രൂപപ്പെടുത്താത്തത് ആര് എന്നുള്ളതാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫോസ്ഫറസ് ഉണ്ട്, കാർബൺ ഉണ്ട്, ആഴ്സനിക് ഉണ്ട്, അതുപോലെ തന്നെ നൈട്രജൻ ഉണ്ട്. ഇതാണ് നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആരായിരിക്കാം ഈ പറയുന്ന രീതിയിൽ പെൻറ്റാക്ലോറൈഡ് ഫോം ചെയ്യാത്തത്? അപ്പോൾ പെൻറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? 5 എന്നുള്ളതാണ് അല്ലേ? 5. അപ്പോൾ 5 ക്ലോറിൻ ചേർന്ന് വരുന്ന ഒരു കോമ്പൗണ്ടാണ് പെൻറ്റാക്ലോറൈഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ PCl5 ഫോസ്ഫറസ് ചേർന്നിട്ട് പെൻറ്റാക്ലോറൈഡ് ഫോം ചെയ്യും. അപ്പോൾ ഇതിൽ ആര് എന്ത് ചെയ്യത്തില്ല? കാർബണിൻ്റെ കാര്യത്തിലാണെങ്കിലും CCl5 വേണമെങ്കിൽ വരാം, പക്ഷെ അതൊരു ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സ് ആണ്. നോർമലി CCl4 ആണ് എപ്പോഴും വരുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ തമ്മിൽ ഭേദം തൊമ്മനെന്ന് പറയും പോലെ ഇതിൽ വേണമെങ്കിൽ CCl5 എന്ന് പറയുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സ് ആർക്കുണ്ടാക്കാം? കാർബണിനുണ്ടാക്കാം. അതിൽ ഒട്ടുമേ പോസിബിലിറ്റി ഇല്ലാതെ വരുന്നത്
ഉപയോഗിക്കുന്നത് നൈട്രജൻ ആണ്. ആരാക്കാണ്? നൈട്രജൻ ആണ്. അപ്പോൾ ഇത് കുറച്ച് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് കാർബണും നൈട്രജനും ഈ പറയുന്ന രീതിയിൽ പെൻറ്റാക്ലോറൈഡ് ഉണ്ടാക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ കാർബൺ ചില എക്സ്ട്രീം കണ്ടീഷൻസിൽ, ചില റെയർ കണ്ടീഷൻസിൽ ഒരു എന്താണ് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫോം CCl5 എന്ന് പറയുന്ന ഫോമിലേക്ക് എത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ആൻസർ നൈട്രജൻ ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ താഴെ പറയുന്നവയിൽ ഏതാണ് പെൻറ്റാക്ലോറൈഡ് രൂപപ്പെടുത്താത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏതാണ്? നൈട്രജൻ ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഐസ് ഫാക്ടറികളിൽ കൂളൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന വസ്തു ഏത്? ഐസ് ഫാക്ടറികളിൽ കൂളൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന വസ്തു ഏത് എന്നുള്ളതാണ്. ഫ്രിയോൺ ഉണ്ട്, അമോണിയ ഉണ്ട്, ഡ്രൈ ഐസ് ഉണ്ട്, ലിക്വിഡ് സോഡിയം ഉണ്ട്. ഇതിലേതായിരിക്കാം വരാൻ സാധ്യതയുള്ളത്? ഒന്ന് നോക്കിക്കേടാ. പലരും ഭയങ്കര കൺഫ്യൂഷനിലായിരിക്കും ഏത് വരും എന്നുള്ളൊരിതാണ്. കാരണം ഓപ്ഷൻസ് വളരെയധികം സിമിലർ ആണ്. കാരണം ഈ പറയുന്ന 4 ഓപ്ഷൻസ് നമ്മൾ കൂളൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. പല അവസരങ്ങളിൽ പല സ്ഥലങ്ങളിലാണ് എന്നുള്ളതേ ഉള്ളൂ. ചിലത് ഐസ് ഫാക്ടറികളിലാണെങ്കിൽ, ചിലത് ന്യൂക്ലിയർ റിയാക്ടേഴ്സിലാണ്, ചിലത് ചെറിയ ഫാക്ടറികളിലാണ്, ഈ ഐസിൻ്റെ തന്നെ ചെറിയ ഫാക്ടറി ഔട്ട്ലെറ്റുകളിലാണ്. അപ്പോൾ ഈ പറയുന്ന 4 സാധനങ്ങളും നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നതാണ്? കൂളൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ അതായിരുന്നില്ല ഐസ് ഫാക്ടറികളിൽ കൂളൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ആര് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഐസ് ഫാക്ടറികളിൽ നമ്മൾ സാധാരണയായിട്ട് കൂളൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് അമോണിയാണ്. ഏതിനെയാണ് ഉപയോഗിക്കുന്നത്? അമോണിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. അതിലും ചില ആൾക്കാർക്കൊരു തർക്ക വിഷയമുണ്ടാകും, മിസ്സേ ഈ പറയുന്ന ഫ്രിയോണും ഉപയോഗിക്കത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രിയോണും നിലവിൽ പല ഐസ് ഫാക്ടറികളിലും ഇപ്പോൾ അഡ്വാൻസ്ലി ഉപയോഗിച്ച് വരുന്നുണ്ട്. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി പണ്ട് മുതൽക്കേ നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് തന്നെയാണ്? അമോണിയ തന്നെയാണ്. സോ അമോണിയ ഇല്ലാത്തൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചൂസ് ചെയ്യാം? ഫ്രിയോണ് ചൂസ് ചെയ്യാം. അമോണിയ ഉള്ള ഒരു ഓപ്ഷൻ ആണ് വരുന്നതെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും ആർക്ക് തന്നെ കൊടുക്കണം? അമോണിയയ്ക്ക് തന്നെ കൊടുക്കണം. നമ്മൾ ഈ ഓക്സിജൻ്റെ പിതാവ് ആര് എന്ന് ചോദിക്കുമ്പോൾ ഓക്സിജൻ്റെ പിതാവ് ആരാണ്? ജോസഫ് പ്രീസ്റ്റ്ലി ആണ്. പക്ഷേ ജോസഫ് പ്രീസ്റ്റ്ലി ഓപ്ഷനിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കോൾഷീലെ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കോൾഷീലെ തിരഞ്ഞെടുക്കും അല്ലേ? അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഓക്സിജൻ കണ്ടുപിടിച്ചത് ആര് തന്നെയാണ്? ജോസഫ് പ്രീസ്റ്റ്ലി തന്നെയാണ്. അപ്പം ജോസഫ് പ്രീസ്റ്റ്ലിക്ക് മുമ്പ് കോൾഷീലെ എന്ത് ചെയ്തു? ഓക്സിജൻ കണ്ടുപിടിച്ചു എന്ന് പറയുന്ന ഒരു വാദം എന്ത് ചെയ്യുന്നുണ്ട്? നിലനിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ നോർമലി പഠിക്കുന്നതും എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ആൻസർ ആയിട്ട് വരുന്നതും ഏത് തന്നെയാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ആരാണ് ഓക്സിജൻ്റെ പിതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ ലാവോസിയ ഉണ്ട്, ജോൺ ഡാൾട്ടൺ ഉണ്ട്, ജോസഫ് പ്രീസ്റ്റ്ലി ഉണ്ട്, കോൾഷീലെ ഉണ്ട്. നമ്മൾ ആരെ ചൂസ് ചെയ്യും? ആരെ ചൂസ് ചെയ്യാൻ പറ്റൂ? ജോസഫ് പ്രീസ്റ്റ്ലിയെ നമുക്ക് ആൻസറായിട്ട് ചൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എന്നാൽ ഇനി തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ജോസഫ് പ്രീസ്റ്റ്ലി എന്ന് പറയുന്ന ഒരു ഓപ്ഷനേ ഇല്ല. പകരം ആരുണ്ട്? കോൾഷീലെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കോൾഷീലെ ഓപ്ഷൻ ആൻസറായിട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ. നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് ആർക്കാണ് കൊടുക്കുന്നത്? അമോണിയയ്ക്കാണ്. നമ്മൾ അല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രിയോണും എന്ത് ചെയ്യുന്നുണ്ട്? ചെറിയ ഐസ് ഫാക്ടറികളിലൊക്കെ ഇപ്പം നിലവിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന കൂളൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുന്നു. 1-ാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി രാസായുധമായി ഉപയോഗിച്ച മൂലകമേത്? അപ്പം നിങ്ങൾ വിചാരിക്കും മിസ് ഹിസ്റ്ററി പഠിപ്പിക്കാൻ തുടങ്ങിയോന്ന്. അങ്ങനെയാണോ? അല്ല. നമ്മളടുത്ത് എവിടെയാണ്? ഇതാ എലമെൻ്റ് ആണ്. മൂലകം ചോദിച്ചിരിക്കുന്നു. 1-ാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി രാസായുധമായിട്ട് ഉപയോഗിച്ച മൂലകമേത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസേഴ്സൊക്കെ ഒന്ന് നോക്കിക്കേ. ഏതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ഒന്ന് പറഞ്ഞേ, ഏതാണ്? ക്ലോറിൻ ആണ്. ഓപ്ഷൻ എ ആണ്. ക്ലോറിൻ ആണ് ഇതെന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. 15-ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ ഏറ്റവും സ്ഥിരത കുറഞ്ഞ ഹൈഡ്രൈഡ് ഏതാണ്? 15-ാം ഗ്രൂപ്പ് മൂലകങ്ങൾ. 15-ാം ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ നൈട്രജൻ ഫാമിലിയാണ് ഇതെന്ന് പറയുന്നത്. 15-ാം ഗ്രൂപ്പ്. 15-ാം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആരാണേ? നമ്മുടെ നൈട്രജൻ ഫാമിലിയാണ്. ഏതാണ്? നൈട്രജൻ ഫാമിലി. അപ്പോൾ നൈട്രജൻ ഫാമിലിയാണ് നമ്മൾ 15-ാമത്തെ ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 15-ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങളുടെ ഏറ്റവും സ്ഥിരത കുറഞ്ഞ ഹൈഡ്രൈഡ് ഏതാണ്? അതായത് ഹൈഡ്രജനുമായിട്ട് ഇവരെല്ലാം കോമ്പൗണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കോമ്പൗണ്ട് ഫോം ചെയ്തതിൽ ഏറ്റവും സ്ഥിരത കുറവ് എന്നുള്ളതാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് അനലൈസ് ചെയ്തിട്ട് പറഞ്ഞേ. ഇത് ഈ അടുത്തൊരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ.
ആർക്കായിരിക്കാം ഏറ്റവും സ്ഥിരത കുറവ് എന്ന് പറയുന്നത്? ഇതിൽ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 2-3 തരത്തിൽ നമുക്ക് പറയാം. ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാം. അതല്ലാതെ ഇവർ ഫോം ചെയ്യുന്ന ബോണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. സിംപിളി പറയുകയാണെങ്കിൽ 15ാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങൾ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന സമയത്ത് അവ ഹൈഡ്രൈഡുകൾ ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യുന്നു? പൊതുവേ കുറഞ്ഞു വരുന്നതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് BiHd ആണ് ഏതെന്ന് പറയുന്നത് ഇതിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും സ്ഥിരത കുറവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും സ്ഥിരത കൂടിയത് ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അമോണിയ പറയാനായിട്ട് സാധിക്കും. ഏറ്റവും സ്ഥിരത കുറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത് അവർ ഫോം ചെയ്തിരിക്കുന്ന ബോണ്ടിൻ്റെയും ഇലക്ട്രോ നെഗറ്റിവിറ്റിയിലും ഒക്കെ വന്നിരിക്കുന്ന വ്യത്യാസങ്ങളുടെ ബേസിസിലാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ 15ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നൈട്രജൻ ഫാമിലിയാണ്. നൈട്രജൻ ഫാമിലിയിൽ ഏറ്റവും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയത് നൈട്രജൻ ആണ്. മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഈ ഹൈഡ്രൈഡുകൾ ഫോം ചെയ്യുന്നതിലുള്ള ഇവരുടെ സ്റ്റെബിലിറ്റി കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. പ്രതീക്ഷയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ഏത് മൂലകമാണ്? ക്വസ്റ്റ്യൻ ഇതാണ്. പ്രതീക്ഷയുടെ ലോഹം, ശ്രദ്ധിക്കുക, പ്രതീക്ഷയുടെ ലോഹം എന്നറിയപ്പെടുന്ന മൂലകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നോക്കിക്കേടാ, ഓപ്ഷൻസ് ഇത്രയും ഉണ്ട്. നമ്മളൊക്കെ ചിലപ്പോൾ നമ്മളെ കൺഫ്യൂഷൻ അടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഒന്ന് നോക്കിക്കേ, പലരുടെയും കൺഫ്യൂഷൻ ഇതായിരിക്കും, യുറേനിയം ആണോ ടൈറ്റാനിയം ആണോ, യുറേനിയം ആണോ ടൈറ്റാനിയം ആണോ എന്നുള്ളതായിരിക്കും പലരുടെയും കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. ഏതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ഏതാണ്? യുറേനിയം ആണ്. അതല്ല, ഏതാണ്? യുറേനിയം ആണ്. അതായത് മെറ്റൽ ഓഫ് ഹോപ്പ്. എന്താണ്? മെറ്റൽ ഓഫ് ഹോപ്പ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? യുറേനിയത്തെയാണ്. പ്രതീക്ഷയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? യുറേനിയത്തിനെയാണ്. അതേ സമയത്ത് ഫ്യൂച്ചർ മെറ്റൽ എന്നറിയപ്പെടുന്നത്, ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത്, ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? നമ്മുടെ ടൈറ്റാനിയമാണ്. ഏതാണ്? ടൈറ്റാനിയം. അപ്പോൾ അത് മാറിപ്പോവരുത്. മെറ്റൽ ഓഫ് ഹോപ്പ് എന്ന് പറയുന്നത് ആരാണ്? യുറേനിയമാണ്. എന്നാൽ ഫ്യൂച്ചർ മെറ്റൽ എന്നറിയപ്പെടുന്ന, ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ആരാണ്? ടൈറ്റാനിയം ആണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ എക്സാം ഹോളിൽ ഇരിക്കുന്ന സമയത്ത് ഈ പറയുന്നതൊന്ന് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിവിടെ വെച്ച് തന്നെ നമ്മൾ ക്ലിയർ ചെയ്ത് പോവുക എന്നുള്ളതാണ്. ഫ്യൂച്ചർ മെറ്റൽ ആണ് ഇതെന്ന് പറയുന്നത്, ടൈറ്റാനിയം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചർ ഫ്യൂവൽ ഏതാണ്? ഭാവിയുടെ ഇന്ധനം. ഏതാണ്? ഇന്ധനം. ഭാവിയുടെ ഇന്ധനം ഏതാണ്? ഹൈഡ്രജൻ ആണ് അല്ലേ? ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഫ്യൂച്ചർ മെറ്റൽ എന്ന് പറയുന്നത് ടൈറ്റാനിയം ആണ്. ഫ്യൂച്ചർ ഫ്യൂവൽ എന്ന് പറയുന്നത്, ഭാവിയുടെ ഇന്ധനം എന്ന് പറയുന്നത് ഹൈഡ്രജനെയാണ്. നിങ്ങൾക്ക് അറിയാം, നിലവിൽ നമ്മളിപ്പോൾ ഹൈഡ്രജനെ ഗാർഹിക ആവശ്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാറില്ല. അതിൻ്റെ ഒരു സ്ഫോടന സാധ്യതയൊക്കെ കണക്കിലെടുത്താണ് നമ്മളത് ഉപയോഗിക്കാത്തത്. പക്ഷേ ദ്രവീകരിച്ച ഫോമിലുള്ള ഹൈഡ്രജനെ നമ്മളിപ്പോൾ റോക്കറ്റുകളിലും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഫ്യൂച്ചർ ഫ്യൂവൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഭാവിയുടെ ഇന്ധനമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആരെയാണ്? ഹൈഡ്രജനെയാണ് എന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേടാ? ഈസി അല്ലേ? അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നിങ്ങളും എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളൊരു ക്വസ്റ്റ്യൻ പറയുന്നു, അതിൻ്റെ ആൻസർ മാത്രം പറഞ്ഞു പോവുകയാണെങ്കിൽ എന്താ, നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷേ നമ്മളൊരു ക്വസ്റ്റ്യൻ എടുക്കുന്നു, ആ ക്വസ്റ്റ്യനിലെ ആൻസർ നോക്കുന്നു, ഏതാണെന്നുള്ളത് നോക്കുന്നു, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഫാക്ട്സ് പഠിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ സിമിലർ ഫാക്ട്സ് പഠിക്കുന്നു, മറ്റ് ഓപ്ഷൻസ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ അറ്റ്ലീസ്റ്റ് മോർ ദാൻ 20 to 30 ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം, താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു കാർബണേറ്റ് അയിർ എന്ന് പറയുന്നത്? അപ്പോൾ അയിർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ലോഹങ്ങളെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ പ്യുവറസ്റ്റ് ഫോമിൽ നമുക്ക് ലഭിക്കാറില്ല. ഭൂമിക്കടിയിൽ നിന്ന് നമുക്ക് കുഴിച്ചെടുക്കുന്ന സമയത്ത് അത് നമുക്ക് അയിരായിട്ടാണ്, ഓറായിട്ടാണ് നമ്മൾ കിട്ടുന്നത്. പിന്നെ ലോഹ നിഷ്കർഷണത്തിനൊക്കെ വിധേയമാക്കിയിട്ടാണ് നമ്മളത് ആ ലോഹമായിട്ട് മാറ്റുന്നത്. അപ്പോൾ നമ്മൾ കുറേ ലിസ്റ്റുകൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഇന്നതിൻ്റെ ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ അയണിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അയണിൻ്റെ ഒരു ഇതാണ് ഇതെന്ന് പറയുന്നത് മാഗ്നറ്റൈറ്റ്, ഹാമറ്റൈറ്റ് എന്ന് പറയുന്നത്. അത് കൂടാതെ കുറച്ച് ആൾക്കാരൂടെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിങ്കിൻ്റെ ആണെങ്കിൽ സിങ്ക് ബ്ലെൻഡ് ആണ്, അലുമിനിയത്തിൻ്റെ
ഇദ്ദേഹത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ബോക്സൈറ്റ് ആണ്. അങ്ങനെ നമ്മൾ കുറേ ആൾക്കാരുടെ എന്ത് ചെയ്തിട്ടുണ്ട്, തോറിയം മോണോസൈറ്റ് ആണ്. അങ്ങനെ നമ്മൾ കുറേ ലിസ്റ്റ് പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളടുത്ത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, താഴെ പറയുന്നവയിൽ ഒരു കാർബണേറ്റ് അയിര് ഏതാണ്, അതായത് കാർബൺ കണ്ടന്റ് ഉള്ള അയിര് ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്, നമ്മുടെ സിഡറൈറ്റ് ആണ്. ഇത് അയണിൻ്റെ തന്നെ ഓരോ അയിരാണ് കേട്ടോ. ഈ സിഡറൈറ്റ് എന്ന് പറയുമ്പോൾ FeCO3 എന്നാണ് നമ്മൾ എഴുതുന്നത്, FeCO3 എന്നാണ് എഴുതുന്നത്. അതായത് ഇതൊരു കാർബണേറ്റ് അയിരാണ്. ബാക്കിയുള്ളതിൻ്റെ രാസസമവാക്യം നമ്മൾ എഴുതി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ബാക്കിയുള്ളതൊന്നും എന്തല്ല, കാർബണേറ്റ് അയിരെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ സിഡറൈറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി അയണിൻ്റെ അയിരാണ്. സിഡറൈറ്റ് എന്ന് പറയുന്നത് FeCO3 ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ കാർബണിൻ്റെ സാന്നിധ്യം വെച്ച് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്തുകൊണ്ടാണ് അതിനെ കാർബണേറ്റ് അയിര് എന്ന് പറയാനായിട്ടുള്ള റീസൺ എന്നുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചിട്ട് പോകുക. ഇനി നമ്മൾ നോക്കുന്നു, താഴെ പറയുന്നവയിൽ ഏറ്റവും കുറഞ്ഞ ദ്രവണാങ്കമുള്ള ലോഹം ഏതാ? ഏറ്റവും കുറഞ്ഞ ദ്രവണാങ്കം എന്നല്ല ചോദിക്കുന്നത്, അവരൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. ആ ലിസ്റ്റിൽ ഏറ്റവും കുറഞ്ഞ ദ്രവണാങ്കമുള്ളത് ആർക്ക് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏറ്റവും കുറഞ്ഞ ദ്രവണാങ്കം എന്ന് പറഞ്ഞാൽ എന്താണ്, മെൽറ്റിംഗ് പോയിന്റ് അല്ലേ? മെൽറ്റിംഗ് പോയിന്റിനെയാണ് നമ്മൾ ദ്രവണാങ്കം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കേ, ഇതിൽ ഏറ്റവും കുറവ് ദ്രവണാങ്കമുള്ളത് ആർക്കാണ്? ടിന്നിനാണ് കേട്ടോ. ടിന്നിനാണ്. ഏകദേശം ഒരു 232 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് ടിന്നിൻ്റെ അപ്രോക്സിമേറ്റ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരുടെ ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് വ്യത്യാസമാണ്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ 400, 600 ആ ഒരു റേഞ്ചസ് ആണ് ബാക്കിയുള്ളതിൻ്റെയൊക്കെ മെൽറ്റിംഗ് പോയിന്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ ടിന്നിൻ്റെ നോക്കുമ്പോഴാണ് ഈ കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ ഏറ്റവും കുറവാർക്ക് തന്നെയാണ് ടിന്നിനാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ താഴെ പറയുന്നവയിൽ ഏറ്റവും കുറഞ്ഞ ദ്രവണാങ്കമുള്ളത്. അപ്പോൾ ഇത് ഓപ്ഷൻസ് മാറുന്നതനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. ഇത് നമുക്ക് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻസും കൂടെ നോക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഓക്കെ. അതല്ലാതെ നമ്മൾ ഓപ്ഷൻസ് മാറുമ്പോൾ അതിൽ ആൻസേഴ്സ് മാറാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നോക്കുക, താഴെ പറയുന്നവയിൽ ഏറ്റവും കുറഞ്ഞ ദ്രവണാങ്കമുള്ള ലോഹം ഈ 4 പേരെ കൊടുത്തിട്ടുണ്ട്. ആ 4 പേരിലും ഏറ്റവും കുറവ് ആർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ്, നമ്മുടെ ടിന്നിനാണ് എന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുന്നു. താഴെ പറയുന്നവയിൽ ഏത് ലോഹസങ്കരത്തിലാണ് ഒരു അലോഹ ഘടകം അടങ്ങിയിരിക്കുന്നത്? അപ്പം ലോഹസങ്കരങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അലോയിസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ലോഹവും മറ്റേതെങ്കിലും ഒരു ലോഹവും ചേർന്ന് വരും അല്ലേ? അല്ലെങ്കിൽ ഒരു ലോഹവും മറ്റേതെങ്കിലും ഒരു അലോഹവും ചേർന്ന് വന്നാലും അത് ലോഹസങ്കരം തന്നെയാണ്. അതായത് ഒരു പ്യൂറസ്റ്റ് ഫോമിലല്ലാതെ ഒന്നിൽ കൂടുതൽ ലോഹങ്ങൾ ചേർന്നോ അല്ലെങ്കിൽ അലോഹങ്ങൾ ചേർന്നോ, ഒരു ലോഹം എന്തായാലും വേണം, അതിൻ്റെ കൂടെ ലോഹങ്ങളോ ചേർന്നുകൊണ്ടുണ്ടാവുന്ന ഫോമുലയാണ് ഇതെന്ന് പറയുന്നത് അലോയിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോഹസങ്കരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് കുറച്ച് ആൾക്കാർ. അപ്പോൾ ഇതിൽ ഈ പറയുന്നവയിൽ ഏത് ലോഹസങ്കരത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു അലോഹം കാണപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം കൊടുത്തിരിക്കുന്നത് ഏതാണ്, നമ്മുടെ പിച്ചളയാണ്. പിച്ചള എന്ന് പറയുമ്പോൾ നമ്മുടെ കോപ്പറും സിങ്കും ആണ് വരുന്നത്. പിച്ചള എന്ന് പറയുമ്പോഴത്തേക്കും ബ്രാസ് അല്ലേ? അത് കഴിഞ്ഞിട്ട് വെങ്കലമാണ് വരുന്നത്. കോപ്പറും ടിന്നുമാണ് ഇതിൽ വരുന്നത്, ഈ പറയുന്ന വെങ്കലത്തിൽ വരുന്ന, ബ്രോൺസിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെ മെറ്റൽസ് ആണ് അല്ലേ? ഇനി അമാൽഗം എന്ന് പറയുമ്പോൾ നമ്മുടെ മെർക്കുറി ചേർന്ന് വരുന്നത് ഏതാണ്, മെർക്കുറി മറ്റേതെങ്കിലും ലോഹങ്ങളുമായിട്ട് ചേർന്ന് വരുന്ന ലോഹസങ്കരങ്ങളെയാണ് നമ്മൾ സാധാരണയായിട്ട് അമാൽഗം എന്ന് പറയുന്നത്. അവിടെയും മറ്റ് ലോഹങ്ങളാണ് ചേർന്ന് വരുന്നത്. ഇവിടെ നമുക്ക് ഉരുക്കിലേക്ക് വരാം. ഉരുക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്, സ്റ്റീൽ എന്നാണ്. അപ്പോൾ സ്റ്റീൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അയണും കാർബണും കൂടെ ചേർന്നിട്ടാണ് സ്റ്റീൽ ഫോം ചെയ്യുന്നത്. അതായത് ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഉരുക്ക് അഥവാ സ്റ്റീലാണ് ശരിയായിട്ടുള്ള ആൻസർ. അതായത് ഒരു അലോഹം എന്ന് പറയുന്ന കാർബൺ ആണ്. അപ്പം ബാക്കിയുള്ളതിൻ്റെയൊക്കെ കോമ്പിനേഷൻ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായിട്ട് ആൻസർ എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ലോഹസങ്കരത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു അലോഹ ഘടകം അടങ്ങിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിലാണ്, സ്റ്റീലിലാണ്, ഉരുക്കിലാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ തുടരുന്ന ലോഹത്തിൻ്റെ പേര് നൽകുക. അപ്പം നമുക്കറിയാം അസാധാരണ ലോഹം എന്നറിയപ്പെടുന്ന, ക്യുക്ക് സിൽവർ എന്നറിയപ്പെടുന്ന ഒരാളാണ്. അല്ലെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ലോഹങ്ങളൊക്കെ ഈ പറയുന്ന ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ആ ഖരാവസ്ഥയിൽ നിന്ന് മാറി എന്ത് ചെയ്യുന്നു, ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ആൾക്കാരാണ് ആരെന്ന് പറയുന്നത് ഈ ലോഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏത് ലോഹമാണ്, നമ്മുടെ ഓപ്ഷൻ സി ആണ്, മെർക്കുറി
മെർക്കുറിയാണ്. അപ്പോൾ മെർക്കുറിയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അസാധാരണ ലോഹം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. അസാധാരണ ലോഹം എന്ന് പറയും, ക്യുക്ക് സിൽവർ എന്ന് പറയും. ഇനി ഇത് കൂടാതെ രണ്ട് കാര്യങ്ങൾ കൂടെ ഒന്ന് പറഞ്ഞു തരട്ടെ. ഏറ്റവും കുറവ് ദ്രവണാങ്കമുള്ള ലോഹം ഏത് എന്ന് ചോദിച്ചെങ്കിൽ, അതായത് ലോഹങ്ങളുടെ മൊത്തം ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അല്ലെ എല്ലാ ലോഹങ്ങളെയും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് എന്താണ്? ഏറ്റവും കുറവ് ദ്രവണാങ്കമുള്ളത്, ദ്രവണാങ്കം എന്ന് പറയുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ്, ഏറ്റവും കുറഞ്ഞ ലോഹം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെർക്കുറിയാണ്. അതുപോലെ തന്നെ ഏറ്റവും കുറവ് എന്താണ്? ഏറ്റവും കുറവ് മെൽറ്റിംഗ് പോയിന്റ് പോലെ തന്നെ ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കുറവ്, അതായത് തിളനില ഏറ്റവും കുറവായിട്ടുള്ള ലോഹം ഏത് എന്ന് ചോദിച്ചാൽ മെർക്കുറിയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അസാധാരണ ലോഹം എന്നറിയപ്പെടുന്നു. ഇനി അതുപോലെ തന്നെ സാധാരണ ടെമ്പറേച്ചറിൽ പോലും ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നു. ഇനി ഏറ്റവും കുറവ് മെൽറ്റിംഗ് പോയിന്റ് അഥവാ ദ്രവണാങ്കമുള്ള ലോഹമാണ് മെർക്കുറി എന്ന് പറയുന്നത്. ഇനി ഏറ്റവും കുറവ് ബോയിലിംഗ് പോയിന്റ് അഥവാ തിളനില ഉള്ള ലോഹമാണ് ഇതെന്ന് പറയുന്നത് മെർക്കുറി എന്ന് പറയുന്നത്. അപ്പോൾ മെർക്കുറിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്ര പോയിന്റ്സ് പഠിച്ചു? 4-5 പോയിന്റ്സ് എന്ത് ചെയ്തു? പഠിച്ചു. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. ഫോസ്ഫറസിൻ്റെ ഏത് അലോട്രോപ്പാണ് കൂടുതൽ ക്രിയാത്മകമായിട്ട് കാണപ്പെടുന്നത്? ഇപ്പോൾ ഫോസ്ഫറസിൻ്റെ അലോട്രോപ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് ഫോസ്ഫറസിൻ്റെ അലോട്രോപ്സിൽ നിങ്ങൾ നോക്കുമ്പോൾ ചുവന്ന ഫോസ്ഫറസ് ഉണ്ട്, വെള്ള ഫോസ്ഫറസ് ഉണ്ട്, കറുത്ത ഫോസ്ഫറസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ക്രിയാത്മകം, അതായത് റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ ആര് കാണിക്കുന്നു എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫോസ്ഫറസിൻ്റെ ഏത് അലോട്രോപ്പാണ് കൂടുതൽ ക്രിയാത്മകമായിട്ട് എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെളുത്ത ഫോസ്ഫറസ് ആണ്. ആൾ കുറച്ച് ഡേഞ്ചറസ് ആണ്. നിങ്ങൾക്കറിയാം പൊതുവേ നമ്മൾ ഫോസ്ഫറസിനെ ചുമ്മാ അങ്ങ് കീപ്പ് ചെയ്യാറില്ല. ജലത്തിനടിയിൽ സൂക്ഷിക്കുന്ന മൂലകമാണ് ഇതെന്ന് പറയുന്നത്. ഫോസ്ഫറസ് എന്ന് പറയുന്നത് വെള്ളത്തിലാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. ചുമ്മാ പുറത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ സ്ഫോടനം ഉണ്ടാകാം, അല്ലെങ്കിൽ തീ കത്താനൊക്കെ ഉള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ചുമ്മാ അങ്ങ് പുറത്ത് വെച്ചിരിക്കാറില്ല എന്ന് മനസ്സിലാക്കി വെക്കുക. ഫോസ്ഫറസ് എന്ന് പറയുന്ന മൂലകത്തിനെ ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകമാണ് ഫോസ്ഫറസ്. അതിലും ഈ ഫോസ്ഫറസിൻ്റെ തന്നെ അലോട്രോപ്സിൽ ഏറ്റവും അപകടകാരിയായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ രാസപ്രവർത്തന ശേഷി കാണിക്കുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെളുത്ത ഫോസ്ഫറസ് ആണ്. ഡെവിൾസ് റിയേജന്റ്, അതായത് പിശാചിൻ്റെ മൂലകം എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ വെളുത്ത ഫോസ്ഫറസിനെയാണ് എന്ന് എന്ത് ചെയ്യുക? ഓർമ്മിച്ച് വയ്ക്കുക. ക്ലിയർ അല്ലേടാ? ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. അനസ്തെറ്റിക്കായി ഉപയോഗിക്കുന്ന നൈട്രജൻ്റെ ഓക്സൈഡ് ഏതാണ്? അപ്പോൾ നൈട്രജൻ്റെ കുറച്ച് കോമ്പൗണ്ട്സ് ഇതായി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ അനസ്തെറ്റിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആരെയാണ്? ഒരു അനസ്തെറ്റിക്കായിട്ട് ഉപയോഗിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ നൈട്രജൻ്റെ ഏത് കോമ്പൗണ്ടാണ്? ഏതാണടേ? പലർക്കും പല സിനിമയും മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. ഏതാണ്? നമ്മുടെ വിജയുടെ ഒരു മൂവിയൊക്കെ വന്നിട്ടുണ്ടാവും അല്ലേ? ഏതാണ്? ലാഫിംഗ് ഗ്യാസിൻ്റെ. ലാഫിംഗ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഡൈനൈട്രസ് ഓക്സൈഡ് ആണ് അല്ലേ? ഡൈനൈട്രസ് ഓക്സൈഡ് ആണ്. ഇത് സ്മെല്ല് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നിർത്താതെ നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കുന്നത്, നമ്മളിങ്ങനെ പൊട്ടി ചിരിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമുക്ക് ചിരി നിർത്താനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ ലാഫിംഗ് ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരനെ നമ്മൾ സാധാരണയായിട്ട് ഒരു അനസ്തെറ്റിക് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ചുമ്മാ ഒന്നും ഈ പറയുന്ന ലാഫിംഗ് ഗ്യാസ് കിട്ടത്തില്ല. ഇനി ലാഫിംഗ് ഗ്യാസ് നമ്മൾ സ്മെല്ല് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി നമ്മൾ ചിരിക്കുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, നമ്മളവിടെ ഹാപ്പിനെസ് കൊണ്ട് ചിരിക്കുകയല്ല ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ഈ പേശികളുടെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ നമ്മളിൽ ഉണ്ടാകുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ചിരിക്കുന്നതായിട്ടുള്ള ഒരു സംഭവം എന്ത് ചെയ്യുന്നത്? പുറമേ നമുക്ക് തോന്നുന്നു. അല്ലാതെ നമ്മൾ ഉള്ളിൽ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടായിട്ട് നമ്മൾ ചിരിക്കുകയല്ല ചെയ്യുന്നത്. അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് മാത്രമാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് ഡൈനൈട്രസ് ഓക്സൈഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഫോർമുല ഒന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. N2O ആണ്. ഡൈനൈട്രസ് ആണ്. 2 നൈട്രജനും 1 ഓക്സിജനും കൂടെ ചേർന്ന് വരുന്നതാണ് ഇതെന്ന് പറയുന്നത് ഡൈനൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഒരു അനസ്തെറ്റിക് ആയിട്ട് എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തില്ലേ? അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിനായിട്ട് നമ്മുടെ ടാലൻറ്റ് അക്കാഡമി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് LGS PYQ എന്ന് പറയുന്നത്. ഏകദേശം 30 സെറ്റോളം ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വരുന്നത്. 30 സെറ്റോളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് അതിൽ വരുന്നത്. ഏകദേശം 3000ഓളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. 30 സെറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 100ഓളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. വെറുതെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും മാത്രം പറഞ്ഞു പോകുകയല്ല ചെയ്യുന്നത്.
പകരം എന്താണ് അതിൻ്റെ ഒരു വിത്ത് എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ത് ചെയ്തിരിക്കും, അതിൻ്റെ തൊട്ട് താഴെ തന്നെ കൊടുത്തിരിക്കും. അപ്പം നമ്മൾ പല പല റാങ്ക് ഫയലുകൾ എടുത്ത് പല പല സബ്ജക്റ്റുകൾ എടുത്ത് മറിച്ച് ഇതുമായിട്ട് വരുന്ന റിലേറ്റഡ് പോയിന്റ്സ് എവിടെയാണ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വരത്തില്ല. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് ഒരു 30 സെറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ എക്സ്പ്ലനേഷൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു ബുക്ക് ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിനായിട്ടുള്ള നമ്പേഴ്സും കാര്യങ്ങളും നിങ്ങൾക്ക് നമ്മുടെ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വിളിച്ച് ഈ ഒരു ബുക്ക് ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. തുരുമ്പ് തടയാനായിട്ട്, അതായത് തുരുമ്പിക്കുന്നത് തടയാനായിട്ട് ഇരുമ്പിൽ സിങ്ക് പൂശുന്ന പ്രക്രിയയെ എന്താണ് വിളിക്കുന്നത്? അപ്പോൾ തുരുമ്പ് തടയാനായിട്ട് ഇരുമ്പിൽ സിങ്ക് പൂശും അല്ലേ. അതായത് നമ്മുടെ അയണിനെ വെറുതെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അയണ് തുരുമ്പിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തുരുമ്പിച്ച് പോകുന്നത് തടയണം അല്ലേ, നമുക്കത് ഒഴിവാക്കണം. അങ്ങനെ തുരുമ്പ് തടയാനായിട്ട് ഇരുമ്പിൽ നമ്മൾ സിങ്ക് പൂശുന്ന പ്രക്രിയയെ അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനത്തെ നമ്മൾ എന്ത് വിളിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഗാൽവനൈസേഷൻ ആണ്. ഓപ്ഷൻ ഡി ആണ്. അത് നമ്മുടെ PSCയുടെ ഇഷ്ട ചോദ്യങ്ങളിൽ ഒന്നാണ്. അപ്പോൾ തുരുമ്പിക്കുന്നത് തടയാനായിട്ട്, ഇരുമ്പ് തുരുമ്പിക്കുന്നത് തടയാനായിട്ട് ഇരുമ്പിന് മേൽ നമ്മൾ എന്ത് ചെയ്യും, സിങ്ക് പൂശും. അപ്പോൾ ഇരുമ്പ് എന്ത് ചെയ്യും, ഈ ഒരു സിങ്കിൻ്റെ പ്രൊട്ടക്റ്റീവ് ലെയറിനകത്ത് അങ്ങനെ സേഫർ ആയിട്ടിരിക്കും. പെട്ടെന്നൊന്നും തുരുമ്പിച്ച് പോകത്തില്ല, പെട്ടെന്നൊന്നും നശിച്ചു പോകത്തില്ല. അങ്ങനെ ഇരുമ്പിന് മേൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന സിങ്ക് പൂശുന്ന ആ ഒരു പ്രവർത്തനത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയ പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഗാൽവനൈസേഷൻ എന്നാണ് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നു? ഗാൽവനൈസേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. സംഗീത ഉപകരണങ്ങളുടെ മണികളും തന്ത്രികളും നിർമ്മിക്കാൻ ലോഹങ്ങളുടെ ഏത് ഗുണമാണ് പ്രയോഗിക്കുന്നത്? ലോഹങ്ങൾക്ക് പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട്. അതെല്ലാം എന്താ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോണോറിറ്റി ഉണ്ട്, മാലിയബിലിറ്റി ഉണ്ട്, ഡക്റ്റിലിറ്റി ഉണ്ട്, ചാലകതയുണ്ട്. എന്നാൽ സംഗീത ഉപകരണങ്ങൾ നിർമ്മിക്കാനായിട്ട് നമ്മൾ ഇതിൽ ഏത് പ്രത്യേകതയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ്, സോണോറിറ്റി ആണ്. നിങ്ങൾക്കറിയാം ലോഹങ്ങളുടെ പ്രതലങ്ങളിൽ തട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും, സൗണ്ട് കേൾക്കാം. അപ്പോൾ ആ സൗണ്ട് കേൾക്കുന്നത് കൊണ്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് നിർമ്മിക്കാനായിട്ട് എന്തിനെ ഉപയോഗിക്കുന്നത്, ഈ പറയുന്ന എന്തിനെ ഉപയോഗിക്കുന്നത്, ലോഹങ്ങൾ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, മറ്റെക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്കൂളിൽ പഴയ സ്കൂളുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വിൻറ്റേജ് സീസണിലേക്കൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ഇപ്പോഴൊക്കെ എല്ലായിടത്തും ഇലക്ട്രിക് ബെല്ല് പോലത്തുള്ള സിസ്റ്റംസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പണ്ടത്തെ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, ദോശക്കല്ല് പോലത്തെ ഒരു സാധനം, അതിലൊരു ഇതെടുത്ത് ഒരു ചുറ്റുവലി വെച്ച് നമ്മൾ അടിക്കുന്ന സമയത്ത് സ്കൂൾ വിട്ടു എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് എങ്ങനെയാണ്, ഈ ലോഹങ്ങളുടെ പ്രതലത്തിൽ ഏതെങ്കിലും ഒരു ഹാർഡായിട്ടുള്ള ഒബ്ജക്റ്റ് വെച്ച് നമ്മൾ തട്ടുന്ന സമയത്ത് സൗണ്ട് കേൾക്കും. അതുപോലെ തന്നെ നമ്മുടെ ചിലങ്ക കേട്ടിട്ടില്ലേ, ചിലങ്കകൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന സൗണ്ട് ഉണ്ടാക്കുന്നത്? അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുമിയാണ് എന്ത് ചെയ്യുന്നത്, സൗണ്ട് ഉണ്ടാക്കുന്നത്. അതും ലോഹങ്ങളുടെ പ്രത്യേകതയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് വാദ്യ ഉപകരണങ്ങൾ നിർമ്മിക്കാനായിട്ട് അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് നിർമ്മിക്കാനായിട്ട് നമ്മൾ ലോഹങ്ങളുടെ ഏത് പ്രത്യേകത പ്രയോജനപ്പെടുത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സോണോറിറ്റി എന്ന് പറയുന്ന പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് നമ്മൾ വാദ്യ ഉപകരണങ്ങൾ നിർമ്മിക്കാനായിട്ട് ആരെ ഉപയോഗിക്കുന്നത്, നമ്മുടെ എന്തിനാ ഉപയോഗിക്കുന്നത്, ലോഹങ്ങളെ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ബാക്കിയുള്ളത് നിങ്ങൾക്കറിയാം. മാലിയബിലിറ്റി എന്ന് പറയുന്ന ലോഹങ്ങളെ നമുക്ക് എത്ര തിൻ ഷീറ്റ്സ് ആയിട്ട് വേണോ അടിച്ചു പറത്താനായിട്ട് പറ്റും, അതിനെയാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ ലോഹങ്ങളെ വലിച്ചു നീട്ടി നേരിയ കമ്പികളായിട്ട് മാറ്റാനായിട്ട് സാധിക്കും, അതാണ് നമ്മുടെ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ഇനി ചാലകത എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം, ഈ പറയുന്ന മെറ്റൽസ് എല്ലാം എന്ത് ചെയ്യും, നല്ല രീതിയിൽ എന്ത് ചെയ്യും, വൈദ്യുതി കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ സംഗീത ഉപകരണങ്ങൾ നമ്മൾ നിർമ്മിക്കാനായിട്ട് അത് അതിൽ തട്ടുന്ന സമയത്ത് അത് സൗണ്ട് കേൾക്കും അല്ലേ, അത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സംഗീത ഉപകരണങ്ങൾ നിർമ്മിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോഹങ്ങളെ ഉപയോഗിക്കുന്നത് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്, താഴെ പറയുന്നവയിൽ ഏതാണ് മുറിയിലെ
താപനിലയിൽ 25 ഡിഗ്രി സെൽഷ്യസിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹമല്ലാത്തത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പം താഴെ പറയുന്നവയിൽ ഏതാണ് മുറിയിലെ 25 ഡിഗ്രി സെൽഷ്യസിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹമല്ലാത്തത്? അപ്പം ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ആരാണ്? ബ്രോമിനാണ്. ഏതാണ്? ബ്രോമിനാണ്. ബ്രോമിൻ ഒരു ലോഹമാണോടെ? അല്ല. അപ്പം നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്? ബ്രോമിനാണ്. ഏതാണ്? ബ്രോമിനാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുന്നു. ഗ്രൂപ്പ് 15 അംഗങ്ങളിൽ ഏറ്റവും ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ള മൂലകം ഏതാണ്? ഇതിലുള്ളതിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കാണിക്കുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നൈട്രജൻ ആണ്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു ഗ്രൂപ്പ് 15 എന്ന് പറയുന്നത് നൈട്രജൻ ഫാമിലിയാണ്. അപ്പം നൈട്രജൻ ഫാമിലിയിലെ ഏത് മൂലകമാണ് എന്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് തന്നെയാണ്? നൈട്രജൻ തന്നെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുന്നു. സിങ്ക് കാർബണേറ്റും ഹൈഡ്രസ് ആയിട്ടുള്ള സിങ്ക് സിലിക്കേറ്റും ചേർന്ന പ്രകൃതിദത്ത ധാതുവിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഒന്ന് നോക്കിക്കേടാ. സിങ്ക് കാർബണേറ്റും ഹൈഡ്രസ് ആയിട്ടുള്ള സിങ്ക് സിലിക്കേറ്റും ചേർന്ന് വരുന്ന ആ മിശ്രിതത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കലാമിൻ എന്ന് പറയുന്നത്. ഒരിക്കലെങ്കിലും കലാമിൻ ലോഷൻ ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടായിരിക്കത്തില്ല. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ മുതലേ നമുക്ക് ചെറിയ തരത്തിലുള്ള സ്കിൻ ഇറിറ്റേഷനോ ഇച്ചിനസോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്ന സാധനമാണ് കലാമിൻ ലോഷൻ അല്ലേ? കലാമിൻ എന്ന് പറയുന്ന ഒരു പിങ്ക് നിറത്തിലുള്ള ഒരു സംഭവമാണ് അല്ലേ? അപ്പോൾ സിങ്ക് കാർബണേറ്റും ഹൈഡ്രസ് സിങ്ക് സിലിക്കേറ്റും ചേർന്ന് വരുന്ന പ്രകൃതിദത്ത ധാതുവിൻ്റെ പേര് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കലാമിനാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. അതായത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. നമ്മുടെ സമയപരിധി ഏകദേശമായിരിക്കുന്നു. സോ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞ് നമുക്ക് ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സ്വർണ്ണ ഫോയിൽ അതായത് ഗോൾഡ് ഫോയിലിൽ റുദർഫോർഡ് നടത്തിയ ആൽഫ കണിക വിസരണ പരീക്ഷണം, അതായത് നമ്മുടെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്, സ്വർണ്ണ ഫോയിലിൽ റുദർഫോർഡ് നടത്തിയ ആൽഫ കണിക വിസരണ പരീക്ഷണം എന്ന് പറഞ്ഞ് നിങ്ങളത് കേട്ട് പേടിച്ചൊന്നും പോകണ്ട. സിംപ്ലി നമ്മുടെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ. ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഈ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് ഇതിൽ ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതിൻ്റെ കണ്ടുപിടുത്തത്തിന് കാരണമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരുടെയും മനസ്സിലേക്ക് 2 ആൻസേഴ്സ് വന്നിട്ടുണ്ടാകും. ഇതിൽ ഏതാണ് എന്നുള്ളതായിരിക്കും പലരുടെയും കൺഫ്യൂഷൻ. ഇലക്ട്രോൺ അല്ല എന്നറിയാം. കാരണം ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ ആണ്. ഇനി ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. അപ്പോൾ അവർ രണ്ടുപേരും അല്ല എന്നുള്ളത് നമുക്ക് കൺഫേം ആണ്. പിന്നെയുള്ളത് പ്രോട്ടോണും ന്യൂക്ലിയസുമാണ്. ഇത് രണ്ടും കണ്ടുപിടിച്ചത് റുദർഫോർഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ പൊതുവേ പറയുന്നത് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടാണ് റുദർഫോർഡ് ന്യൂക്ലിയസും പ്രോട്ടോണും കണ്ടുപിടിക്കുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടും എഴുതാൻ പറ്റുമോ? ഇല്ല. ഏതെങ്കിലും ഒരു ആൻസറേ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിലൂടെ റുദർഫോർഡ് കണ്ടുപിടിച്ചത് ആരെയാണ്? ന്യൂക്ലിയസിനെയാണ്. ഓപ്ഷൻ സി ആണ്, ന്യൂക്ലിയസ് ആണ്. വർഷം 1911 അന്ന് അദ്ദേഹം എന്ത് ചെയ്തു? ന്യൂക്ലിയസിൻ്റെ കണ്ടുപിടുത്തം നടത്തി. അന്ന് അദ്ദേഹം എത്തിയ കുറേ കൺക്ലൂഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തത് ന്യൂക്ലിയസ് ആയിരുന്നു. അത് ശാസ്ത്ര ലോകത്തോട് പറയുകയും ചെയ്തു 1911. പിന്നീട് ഈ കൺക്ലൂഷൻസിൻ്റെയൊക്കെ ബേസിസിൽ പുള്ളി എന്ത് ചെയ്തു? വീണ്ടും കുറേ എക്സ്പെരിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നടത്തി. 1920 ആയപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണിനെ കുറിച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? കണ്ടുപിടുത്തം നടത്തുന്നത്. അതായത് അദ്ദേഹത്തിന് ഈ പറയുന്ന ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് നടത്തിയപ്പോൾ തന്നെ അതിൽ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലായെങ്കിൽ മറ്റ് എവിഡൻസുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്നതിനായാലും കുറച്ചുകൂടെ ഫർദർ ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റുകൾക്ക് ശേഷം അത് പുറത്ത് പറയാമെന്ന് വിചാരിച്ചതിനായാലും സയൻറ്റിഫിക് റീസൺസ് വേണമല്ലോ. അതുകൊണ്ട് തന്നെ 1911 അദ്ദേഹം ന്യൂക്ലിയസ് മാത്രമാണ് കണ്ടുപിടിക്കുന്നത്. 1920 എന്ത് ചെയ്യുന്നത്? പ്രോട്ടോൺ കണ്ടുപിടിച്ചതായിട്ട് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിലൂടെ റുദർഫോർഡ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതിൻ്റെ കണ്ടുപിടുത്തത്തിന് കാരണമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം എഴുതുക അത് ഏതാണ്? ന്യൂക്ലിയസിൻ്റെ കണ്ടുപിടുത്തത്തിലാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. തുടർന്നും ഇത്തരത്തിലുള്ള ക്ലാസ്സസ് ലഭിക്കാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്